നമസ്കാരം. മണിച്ചപ്പിന്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ തവണത്തെ മണിച്ചപ്പിൽ നമ്മൾ വായ്പയെക്കുറിച്ച് പ്രധാന കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ? ഇത്തവണത്തെ മണിച്ചപ്പിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അതായത് സാധാരണക്കാർക്കായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വായ്പാ പദ്ധതികളെ കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട വായ്പാ പദ്ധതികൾ ഏതൊക്കെയാണെന്നാണ് ഇത്തവണത്തെ മണിച്ചപ്പിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ഫിനാൻസ് ഏജൻസി ബാങ്ക് എന്ന ഏജൻസിയാണ് ഇത്തരത്തിലുള്ള ഒരു വായ്പാ സംരംഭങ്ങൾക്ക് ചെറുകിട വായ്പാ സംരംഭങ്ങൾക്ക് സഹായം നൽകുന്നത്. അതായത് ഒരു 10 ലക്ഷം രൂപ വരെ ഈ പദ്ധതിയിലൂടെ വായ്പ നൽകുന്ന യോജന വഴി രാജ്യത്തൊട്ടേറെ ആളുകൾക്ക് വായ്പ ലഭിച്ചിരുന്നു. സംരംഭത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് വിവിധ ഘട്ടങ്ങളായിട്ടാണ് ഈ വായ്പ സാധാരണക്കാർക്ക് ലഭിക്കുന്നത്. ശിശു, കിഷോർ, തരുൺ എന്നീ 3 വിഭാഗങ്ങളിലായിട്ടാണ് മുദ്രാ വായ്പ ലഭിക്കുക. ശിശു വിഭാഗത്തിൽ 50,000 രൂപ വരെയും, കിഷോർ വിഭാഗത്തിൽ 5 ലക്ഷം രൂപ വരെയും, തരുൺ വിഭാഗത്തിൽ 10 ലക്ഷം രൂപ വരെയുമാണ് ഈ മുദ്രാ യോജന പദ്ധതിയിലൂടെ സാധാരണക്കാർക്കായി ലഭിക്കുന്നത്. ഇതിൽ വനിതകൾക്കും യുവാക്കൾക്കുമാണ് മുൻഗണനയ്ക്ക് വസ്തുജാമ്യമോ ആൾജാമ്യമോ ആവശ്യമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. മുദ്രാ ബാങ്ക് എന്നാണ് ഈ പദ്ധതിയുടെ പേരെങ്കിലും ഇങ്ങനൊരു ബാങ്ക് ഒന്നുമില്ല. പകരം ഇത് പൊതുമേഖലയിലുള്ള ബാങ്കിൽ നിന്നുമാണ് ഈ സേവനം നമ്മൾ നേടിയെടുക്കുന്നത്. വിശദ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബാങ്കുമായി ബന്ധപ്പെടുന്നതാണ് അതിന്റെ ഏറ്റവും നല്ലൊരു വശം എന്ന് പറയുന്നത്. രാജ്യത്തെ ചെറുകിട മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളെ രജിസ്റ്റർ ചെയ്യുക, അവയെ ഏകോപിപ്പിക്കുക, അവയ്ക്ക് അംഗീകാരവും റേറ്റിംഗും നൽകി അതിനെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ മുദ്രയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളിലൊന്ന് എന്ന് ഓർക്കുക. വായ്പ നൽകുന്ന സമയത്ത് വായ്പ എടുക്കുന്നയാൾക്ക് നൽകേണ്ട മാർഗനിർദ്ദേശങ്ങൾ, അത് എങ്ങനെയാണ് നൽകേണ്ടത്, അതിന്റെ തിരിച്ചടവ് നടപടികൾ പൂർത്തിയാക്കേണ്ടത് എങ്ങനെയാണ് തുടങ്ങി വായ്പയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ വരെ തടയുന്നതും ഈ മുദ്രയുടെ ഉത്തരവാദിത്തങ്ങൾ ഒന്നാണ് എന്ന കാര്യം നാം ഓർക്കുക. അടുത്താണ് പ്രധാനപ്പെട്ട ഒന്നാണ് PSB ലോൺസ് ഇൻ 59 minutes.com. 59 മിനിറ്റിനകം വായ്പ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഇതൊരു ഓൺലൈൻ വഴി വായ്പ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന മറ്റൊരു മുഖ്യമായ പദ്ധതിയായിരുന്നു 59 മിനിറ്റ്സ് ലോൺ. 59 മിനിറ്റാകും വായ്പ ലഭിക്കുന്ന PSB ലോൺസ് പദ്ധതി. ചെറുകിട സംരംഭകരെ GST വലയ്ക്കുന്നുവെന്ന പ്രചാരണത്തിന് പിന്നാലെയാണ് ഈ 59 മിനിറ്റിൽ 1 കോടി രൂപയുടെ വായ്പാ പദ്ധതി മോദി പ്രഖ്യാപിച്ചത്. വായ്പ ലഭിക്കുവാൻ അത് 1 മാസം വരെ കാലതാമസം നേരിടുന്ന അവസരത്തിൽ വെറും 59 മിനിറ്റിനകം ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭിക്കുന്നു എന്നാണ് ഈ പദ്ധതിയിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഈ പദ്ധതിയോട് ചേർന്ന് തന്നെ 2 കോടി രൂപ വരെ വായ്പ എടുത്തിരിക്കുന്ന ചെറുകിട സംരംഭകർക്ക് വെറും 2% പലിശ ഇളവ് എന്ന പ്രഖ്യാപനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് എന്ന സ്കീമിൽ നൽകി വരുന്ന ഈ വായ്പ ആയതിനാൽ 8% മുതലാണ് ഇത്തരത്തിൽ ലഭിക്കുന്ന ഒരു വായ്പകൾക്ക് പലിശ എന്ന് പറയുന്ന സാധനം ഈടാക്കുന്നത്. PSB ലോൺസ് ഇൻ 59 minutes.com എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ശേഷം സൈറ്റിൽ പറയുന്ന നിർദ്ദേശങ്ങൾ പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതിനുള്ള നടപടികളുടെ ആദ്യഘട്ടമായി GST രജിസ്റ്റർ ചെയ്ത ID നമ്പർ, പാൻ കാർഡിന്റെ 6 മാസം, പിന്നെ ഈ ബിസിനസിന്റെ ഉടമയുടെ ഡയറക്ടറിന്റെ വിശദാംശങ്ങൾ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ വിശദാംശങ്ങൾ എന്നിവ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഉൾപ്പെടുത്തണം. പിന്നെ ഈ സൈറ്റിൽ നിങ്ങൾ വായ്പയ്ക്കായി അപേക്ഷ നൽകുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് കൊടുക്കേണ്ടതെന്ന്. അത് പേര്, ഇമെയിൽ, ഫോൺ നമ്പർ, പാസ്വേഡ്, യൂസർ ID എന്നിവയുൾപ്പെടെയുള്ള GST വിശദാംശങ്ങൾ കൊടുക്കണം. മാത്രമല്ല ഈ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ തെളിവുകൾ, പിന്നെ നിങ്ങളുടെ പാൻ കാർഡ് വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങൾ, അതായത് നെറ്റ് ബാങ്കിങ് അടക്കമുള്ള കാര്യങ്ങൾ, പിന്നെ എന്താവശ്യത്തിനാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത് എന്ന കാര്യം, മുൻപ് വായ്പാ തിരിച്ചടവിൽ എപ്പോഴെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നുള്ള കാര്യം, പിന്നെ ലിസ്റ്റിൽ നൽകിയിരിക്കുന്ന ബാങ്കുകൾ നോക്കിയിട്ട് ഏത് ബാങ്കിൽ നിന്നാണ് ലോൺ എടുക്കാൻ താല്പര്യം എന്ന വിവരം നിങ്ങൾക്ക് കൊടുക്കാം. ഇതിന് പിന്നാലെയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്ന വേളയിൽ നിങ്ങളൊരു 1000 രൂപയും കൂടാതെ GST അടങ്ങുന്ന ഫീസും ഇതിന്റെ കൂട്ടത്തിൽ അടക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഓർക്കേണ്ട പ്രധാന കാര്യം. രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്ന അവസരത്തിലാണ് ജോലിയില്ലാത്ത യുവാക്കൾക്കായി സർക്കാർ വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചത്. രാജ്യത്തെ വിദ്യാസമ്പന്നരും എന്നാൽ തൊഴിൽ രഹിതരുമായ ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് വായ്പ നൽകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന പദ്ധതി പ്രഖ്യാപിച്ചത്. ചെറുകിട വ്യവസായം മുതൽ സ്വന്തം ആശയത്തിൽ ഇപ്പോൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ സംരംഭങ്ങൾക്ക് വായ്പ നൽകുക എന്നതായിരുന്നു ഈ റോസ്ഗാർ പദ്ധതിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ലഭിക്കുന്ന ധനസഹായത്തിന് സബ്സിഡി ഉണ്ട്. ഈ പദ്ധതിയിലൂടെ വായ്പ ലഭിക്കുന്നതിനുള്ള അപേക്ഷകർക്ക് 18-40 ഇടയിൽ പ്രായം ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയുമ്പോഴും സ്ത്രീകൾ, പിന്നോക്ക വിഭാഗക്കാർ,
വിമുക്ത ഭടന്മാർ എന്നിവർക്ക് 10 വർഷം വരെ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുമെന്നും ഓർക്കുക. 3 മുതൽ 7 വർഷം വരെ തിരിച്ചടവ് കാലാവധിയുള്ളതാണ് ഈ റോസ്ഗാർ പദ്ധതിയിലൂടെ ഉള്ള വായ്പ. ഈ പദ്ധതിയിൽ കൂട്ടായ വരുമാനം 40,000 രൂപയിൽ കവിയരുതെന്നും വായ്പ കുടിശ്ശിക ഉണ്ടായിരിക്കരുതെന്നും ഈ വായ്പ എടുക്കുന്നവർക്ക് നിർദ്ദേശമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലത്ത് ചുരുങ്ങിയത് 3 വർഷമെങ്കിലും പൂർത്തിയാക്കിയവരായിരിക്കണം. ഈ ചെറുകിട ബിസിനസ് മേഖലയിൽ 2 ലക്ഷവും മറ്റ് വ്യവസായത്തിനും അല്ലെങ്കിൽ സേവനത്തിനുമായി 5 ലക്ഷവും പങ്ക് കച്ചവടത്തിനാണെങ്കിൽ 10 ലക്ഷവുമാണ് പദ്ധതിയിലൂടെ വായ്പ ലഭിക്കുന്നത്. സ്വന്തമായി വീടില്ലാത്തവർക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി പ്രഖ്യാപിച്ച പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന. ഈ സാധാരണക്കാരായ പണമില്ലാത്ത ആളുകൾക്ക് ഭവന വായ്പ നൽകുമ്പോൾ സർക്കാർ വകയായി നൽകിയ ഇളവുകളാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത്. ഇപ്പം മാതാപിതാക്കളും കുട്ടികളും അടങ്ങുന്ന അണുകുടുംബത്തിനാണ് ഈ പദ്ധതി വഴി ഏറ്റവും അധികം സഹായം ലഭിച്ചിരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. നഗരത്തിൽ താമസിക്കുന്നവർക്ക് പദ്ധതി വഴി 4% പലിശ നിരക്കിൽ വായ്പ ലഭിക്കും. നിലവിൽ ഭവന വായ്പ 10.5% നിലനിൽക്കെ അതിലും കൂടുതൽ ഈടാക്കുന്ന ബാങ്കുകളുണ്ടോ എന്ന് ഓർക്കുക. ഇത് ഈ പദ്ധതി വഴി 5% മുതൽ 6.5% ഇളവ് വരെ ലഭിക്കും. മാത്രമല്ല, പ്രതിമാസം 6,632 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് സബ്സിഡി കഴിച്ച് 4,050 രൂപ അടച്ചാൽ മതി. പ്രതിമാസം 2,582 രൂപയുടെ ഇളവ് ലഭിക്കുന്നതോടെ 15 വർഷം കൊണ്ട് 2.30 ലക്ഷം രൂപയുടെ സാമ്പത്തിക ലാഭവും സാധാരണക്കാരനെ തേടിയെത്തും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു നേട്ടം എന്ന് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, ചേരി നിവാസികൾ, താഴ്ന്ന വരുമാനക്കാർ തുടങ്ങിയവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. മാത്രമല്ല, വിധവകൾ, വനിതകൾ, പട്ടികജാതിപ്പെട്ട ആൾക്കാർ, പിന്നെ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് ഈ വായ്പ ലഭിക്കുന്നതിന് മുൻഗണന ലഭിക്കും. അവർക്കും പ്രായപരിധിയിലും അല്പം ഇളവുണ്ട്. EWS വിഭാഗങ്ങൾക്ക് 60 ചതുരശ്ര മീറ്ററും LIG വിഭാഗങ്ങൾക്ക് 30 ചതുരശ്ര മീറ്ററും വിസ്തൃതിയുള്ള വീടുകൾ നിർമ്മിക്കുന്നതിനാണ് 15 വർഷത്തേക്ക് 6.5% പലിശ നിരക്ക് നൽകേണ്ടത്. നഗരത്തിൽ താമസിക്കുന്ന ഈ പിന്നോക്ക വിഭാഗക്കാരായ ആളുകൾക്ക് വീടൊന്നിന് 1.5 ലക്ഷം രൂപ എന്ന തോതിലാണ് ഈ പദ്ധതിയിലൂടെ ശരിക്കും സാമ്പത്തിക സഹായം നൽകുന്നത്. ചേരിയിൽ കഴിയുന്ന ആളുകൾക്ക് ആ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ച് ഇവർക്കായി ഭവന നിർമ്മാണം സാധ്യമാക്കുന്നതോടെ രാജ്യത്ത് ചേരി നിവാസികൾ എന്നൊന്ന് ഇല്ലാതാകുമെന്നായിരുന്നു സർക്കാരിൻ്റെ പ്രതീക്ഷ. അതൊരു നല്ല ശതമാനത്തോളം വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അടുത്താണ് മുറ്റത്തെ മുല്ല വായ്പ. അത് പിണറായി സർക്കാരിൻ്റെ പദ്ധതിയാണ്. മുറ്റത്തെ മുല്ല വായ്പ എന്ന പദ്ധതി മിക്കവർക്കും അറിയില്ല. അത് ഏവരും ഒന്ന് അറിഞ്ഞിരിക്കുന്ന ഒന്നാണ്. ലളിതമായി പറഞ്ഞാൽ വീട്ടുമുറ്റത്ത് ലഭിക്കുന്ന വായ്പ. അതാണ് പിണറായി സർക്കാർ പ്രഖ്യാപിച്ച മുറ്റത്തെ മുല്ല വായ്പ. വെറും 12% പലിശ നിരക്കിൽ 1,000 രൂപ മുതൽ 25,000 രൂപ വരെ ലഭിക്കുന്ന വായ്പാ പദ്ധതി ലളിതമായ നടപടികളിലൂടെ സാധാരണക്കാർക്ക് ലഭിക്കും. അതായത് വെറും 12% പലിശ നിരക്കിലൂടെ 1,000 രൂപ മുതൽ ഏകദേശം 25,000 രൂപ വരെ ലഭിക്കുന്ന വായ്പാ പദ്ധതി വളരെ ലളിതമായ നടപടികളിലൂടെ സാധാരണക്കാർക്ക് ലഭിക്കും. അതായത് ഈ ബ്ലേഡ് മാഫിയയ്ക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് പിണറായി സർക്കാർ ഈ പദ്ധതി ശരിക്കും കൊണ്ടുവന്നത്. പ്രാഥമികമായിട്ടുള്ള കാർഷിക വായ്പാ സംഘങ്ങൾ കുടുംബശ്രീയുമായി ചേർന്നാണ് മുറ്റത്തെ മുല്ല പദ്ധതി നടപ്പാക്കുന്നത്. ബ്ലേഡ് മാഫിയയിൽ നിന്നും ഈ ആൾക്കാർക്ക് വായ്പ എടുക്കേണ്ടി വരുന്നവർക്ക് ആ ബാധ്യത തിരിച്ചടയ്ക്കാനായി ഇതിലൂടെ വായ്പ ലഭിക്കും. 10 ആഴ്ച കൊണ്ട് തിരിച്ചടവ് പൂർത്തിയാക്കാൻ സഹായിക്കുന്ന വായ്പയും നൽകും എന്നാണ് ഈ മുറ്റത്തെ മുല്ല പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സഹകരണ സംഘങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾക്ക് സുതാര്യത വരുത്തുക, ഇത്തരം സഹകരണ സംഘങ്ങളുടെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുക എന്നുള്ളതും സാധാരണക്കാരായ ആളുകളുടെ സാമ്പത്തിക സാക്ഷരത വർദ്ധിപ്പിക്കുക എന്നതുമാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. വായ്പ നൽകാൻ ആവശ്യമായ സംഖ്യ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒരു യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ 9% പലിശ നിരക്കിൽ ക്യാഷ് ക്രെഡിറ്റ് വായ്പയായി അനുവദിക്കും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത. പുനർവായ്പ ആവശ്യമുള്ള സംഘത്തിന് 8% പലിശയ്ക്ക് ജില്ലാ സഹകരണ ബാങ്കുകൾ വായ്പ നൽകും. നിലവിൽ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ നൽകിയിട്ടുള്ള വായ്പകൾക്ക് പുറമെയാണ് 10 ലക്ഷം ക്യാഷ് ക്രെഡിറ്റായി ഈ സർക്കാർ അനുവദിക്കുന്നത്. ഇതിനായി യൂണിറ്റുകൾ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുമായി ഒരു കരാറിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ട്. വായ്പക്കാരൻ്റെ തിരിച്ചടവ് 3 മാസത്തിലധികം മുടങ്ങിയാൽ അവരെ നേരിട്ട് പ്രാഥമിക സംഘത്തിൻ്റെ ഒരു വായ്പക്കാരനാക്കി കുടുംബശ്രീക്ക് ബാധ്യതയിൽ നിന്ന് ഒഴിയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ മണിച്ചപ്പിലൂടെ പങ്കുവച്ചത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നമുക്കായി സാധാരണക്കാർക്കായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു വായ്പാ പദ്ധതികളെ പറ്റിയാണ്. വരും എപ്പിസോഡുകളിൽ തീർച്ചയായും ഇത്തരം വായ്പാ പദ്ധതികളെക്കുറിച്ചും പുത്തൻ സ്കീമുകളെക്കുറിച്ചും പങ്കുവെക്കുന്നതാണ്. അപ്പോൾ മണിച്ചപ്പിനെ പറ്റി ഒന്നും കൂടെ പറയാം. പണവുമായി ബന്ധപ്പെട്ട എന്തും മണിച്ചപ്പിലെ വാർത്തയാണ്. അത്തരം വാർത്തകൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായും ഈ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിൽ അയച്ചു തരിക. അത് ഞങ്ങൾ മണിച്ചപ്പിലൂടെ ലോകത്തെ അറിയിക്കുന്നതായിരിക്കും. ഒരു പുത്തൻ ടോപ്പിക്കുമായി കാണുന്നതുവരെ ബൈ.